ഹലോ മക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ പലർക്കും തന്നെ ഈ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും. പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുന്നു, അപ്പോൾ തന്നെ ഉറക്കം വരുന്നു. ഈ ഒരു കാര്യം എൻ്റെ കുട്ടികളെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണ്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതല്ലെങ്കിൽ അതിനകത്തൊരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന സമയത്ത് മാത്രം നമ്മളെ തേടി വരുന്ന ഈ ഒരു ഉറക്കം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എക്സാം ടൈമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിലാണെങ്കിൽ ആകെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഉള്ള ഒരു കുറച്ച് സമയത്ത് നമ്മൾ എഫക്റ്റീവായിട്ട് ഉറക്കൊന്നും വരാതെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുകയും ചെയ്യും. അത് ഈ ഒരു എക്സാം ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലുള്ള വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേസ് ഓഫ് സ്റ്റഡി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾക്ക് എപ്പോഴും വളരെ ഡിം ലൈറ്റാണ് അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാറുണ്ട് അല്ലേ? ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ ചെയറിലിരുന്ന് നമ്മളൊരു ജനലിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉള്ളൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഉറക്കം വരുന്നത് നമ്മൾ ബെഡിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഇങ്ങനെ കിടന്നൊക്കെ നമ്മൾ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിം ലൈറ്റൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ബെഡിലിരുന്നാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്താണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡിമ്മാണെന്നുണ്ടെങ്കിൽ രാത്രി ആയിട്ടുണ്ട്, ഉറങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുക. ഇനി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണല്ലേ? അപ്പോൾ നിങ്ങൾ കിടന്നൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വിചാരിക്കും, ഈ കുട്ടി ബെഡിലാണ്, വളരെ ബോഡി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഉറങ്ങാൻ സമയമായി, അപ്പോൾ നമുക്ക് ഉറക്കം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക? ബെഡിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക, നിങ്ങളുടെ ബെഡ്റൂം കഴിയുന്നതും പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യാതിരിക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളിൽ ഇരുന്ന് വളരെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്തുള്ള ഉറക്കം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, നല്ല എയർ സർക്കുലേഷൻ ഉള്ളൊരു റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക. കാരണം നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓക്സിജനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താണ് കുറച്ച് നേരം കൂടെ എനർജറ്റിക് ആയിട്ടിരിക്കുകയും നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഭയങ്കര വയറ് നിറച്ചൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ വയറ് നിറച്ചൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ ബോഡിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ കഴിച്ച ഭക്ഷണം എങ്ങനെ ദഹിപ്പിക്കുക എന്നുള്ളതായിരിക്കും. നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എനർജി മുഴുവൻ എങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും? ഈ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ ഒരു ഹാഫ് ഫിൽഡായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അതായത് നിങ്ങൾ കുറച്ചൊരു ഹാഫ് ഫിൽഡായിട്ട് നിങ്ങൾ പഠിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കും അല്ലേ? അപ്പോൾ കുറച്ച് കഴിക്കുക. അങ്ങനെ കുറച്ചായിട്ട് കഴിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് വയറ് ഫുള്ള് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫുള്ള് എന്താവും? ഇതിനെ ദഹിപ്പിക്കാനുള്ള പണി തുടങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓക്സിജനും എനർജിയൊന്നും കിട്ടാതെ നമുക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് ഉറക്കം വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ടയേർഡ് ആവുന്നതാണ്. ഓക്കെ, ടയേർഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് എടുക്കണമെന്നൊന്നുമില്ല, താനേ ഉറക്കം വരും. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം എൻഷുർ ചെയ്യുക. അതായത് നമുക്കറിയാം, നിങ്ങൾ വളരുന്ന ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊരു 6 to 7 hours അല്ലെങ്കിൽ ഒരു 7 to 8 hours നിർബന്ധമായിട്ടും ഉറക്കം കിട്ടിയിരിക്കണം. അത് തന്നെ നിങ്ങൾക്ക് തോന്നിയ സമയത്തായിരിക്കരുത് നിങ്ങൾ ഉറങ്ങുന്നത്. അതായത് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഉണ്ടാവണം. ആ പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ 10 മണിക്കാണോ ഉറങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ 10 മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കണം. അപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 5:30ക്കൊക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ എപ്പോഴും ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ടൈം നിങ്ങൾക്ക് ഉറങ്ങാനും എഴുന്നേൽക്കാനും ഉണ്ടാവണം. അതായത് ഒരു ദിവസം നിങ്ങൾ 10 മണിക്ക് ഉറങ്ങി, അടുത്ത ദിവസം നിങ്ങൾ 12 മണിക്കാണോ ഉറങ്ങുന്നത്, എന്നിട്ട് ഞാൻ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് 7 മണിക്ക് എഴുന്നേറ്റോളാം, അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവണം. അത് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു 6 to 7 hours സ്ലീപ്പ് നിങ്ങൾക്ക്
ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് നിൽക്കും, നമ്മുടെ ബോഡി ഭയങ്കര ടയേർഡ് ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കുന്ന സമയം ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ ടിപ്പാണ് പൊസിഷൻ. ഇപ്പോൾ മിസ് നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ കിടന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം ഉറക്കം വരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ചെയറിലിരുന്നാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ കൂഞ്ഞിരിക്കാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ചെയറിലിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഇതേപോലെ ഇങ്ങനെ ബാക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ചെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ്, നിങ്ങളുടെ പോസ്റ്റർ വളരെ കറക്റ്റായിരിക്കും. അങ്ങനെ പോസ്റ്റർ കറക്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി ത്രൂ ഔട്ട് എന്താണ്, നല്ല രീതിയിൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഓക്സിജനും ന്യൂട്രിയൻസ് എല്ലാം ഈക്വൽ സപ്ലൈ ഒക്കെ നടത്താനും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടുള്ള ചെയറിലൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി 5ാമത്തെ ടിപ്പാണ് ഡീഹൈഡ്രേഷൻ ആവാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് വളരെ ചെറിയ രീതിയിലുള്ള ഡീഹൈഡ്രേഷൻ പോലും നിങ്ങളുടെ ശരീരത്തിനെ വളരെയധികം ക്ഷീണിപ്പിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അയ്യോ വെള്ളം കുടിച്ചില്ലോ, അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു, അവിടെ ഒരു ബ്രേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് ആ ഒരു ചെറിയ ഡീഹൈഡ്രേഷൻ നമ്മൾ വയ്ക്കും, ഇപ്പോൾ 1 മണിക്കൂർ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ, ഒരു 2 മണിക്കൂർ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ, അത് പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളെ ക്ഷീണിപ്പിക്കും. അത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ളൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ 6ാമത്തെ ടിപ്പാണ് ഉറക്കം വായിക്കുക എന്നുള്ളത്. നമ്പർ ചെറുതായിട്ട് തെറ്റിപ്പോയി തോന്നുന്നുണ്ട്. ഓക്കെ, 5 കഴിഞ്ഞിട്ട് 6 കേട്ടോ. ഓക്കെ, ഉറക്കം വായിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ പതുക്കെ മനസ്സിൽ വായിക്കുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വേറെ എന്തോ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വായിക്കുമ്പോൾ എന്താ ചെയ്യുക, ഉറക്കം വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫുൾ അലേർട്ടായിട്ടിരിക്കാനും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് തന്നെ വായിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്തകൾ വേറെ ഏതെങ്കിലും ലോകത്തേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതാണ്, നിങ്ങൾക്ക് അഥവാ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകുക. അങ്ങനെ മുഖം കഴുകുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ നേരം നല്ല രീതിക്ക് പഠിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ അടുത്തൊരു കാര്യമാണ് പവർ നാപ്പ്. ഇതിനെക്കുറിച്ച് കുറേ മക്കൾക്കാണെങ്കിലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണ് പവർ നാപ്പ്? പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടൊരു ടയേർഡ് ഫീലിംഗ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ഷീണം ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കുറേ നേരം ലെങ്തി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുകയാണ്, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കും അല്ലേ. അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പവർ നാപ്പ് എന്ന് പറയാം. ആ പവർ നാപ്പ് എന്ന് പറയുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങുന്നതിന് നമ്മൾ പറയില്ല. നിങ്ങൾക്ക് എന്താണ് മിനിമം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഉറങ്ങുന്നതിനെയാണ് നമ്മൾ പവർ നാപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ പവർ നാപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതും 20 മിനിറ്റ്സ് കേട്ടോ, അതിലും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാണ് വരിക. അതിപ്പോൾ ഉച്ചയ്ക്കാവാം, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ടയേർഡായി കഴിയുന്ന സമയത്താണ് നമ്മളിത് പറയാം. ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴായി കഴിഞ്ഞാലും നിങ്ങളൊരു 20 മിനിറ്റ്സ് സ്ലീപ്പ് എടുത്ത് നോക്കൂ. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു 3 അവേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു 20 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നിങ്ങളൊന്ന് ഉറങ്ങി നോക്കും. അങ്ങനെ ഉറങ്ങി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ഫീലിംഗ് ആയിരിക്കും. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഞാൻ PG പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും, നമുക്ക് അതിനിടയിൽ ബാക്ക് ടു ബാക്ക് എക്സാംസ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് അലാം വെച്ച് ഞാൻ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നേരം നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ഇതേ ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ഞാൻ അനുഭവിച്ചത് നമ്മളുടെ എക്സാമിനറിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അത് 2-3 വർഷങ്ങൾ മുമ്പ് നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള ലൈവുകൾ 11 അവേഴ്സ് ലൈവ്, 10 അവേഴ്സ് ലൈവൊക്കെ നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു അത്രയും ലെങ്തി ലൈവ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്ത സമയത്ത് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കുട്ടികളെ ലഞ്ച് ബ്രേക്കിന് വിടുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഒരു 20 മിനിറ്റ്സ് അലാം വെച്ച് ഉറങ്ങും. അതിനുശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിഫ്രഷ്ഡ് ആയിരിക്കും.
ഓക്കെ, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉറങ്ങിയാൽ എഴുന്നേൽക്കാത്ത ആൾക്കാരൊക്കെയാണ്, അലാം അടിച്ചാൽ പോലും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് അലാം വെക്കണം, രണ്ടാമത് നമ്മുടെ പാരൻസിന് ആരെങ്കിലും പറയണം ഞാൻ ഉറങ്ങുന്നുണ്ട്, ഇത്ര സമയം കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്നുള്ളത്. ഇത് ചെയ്തിട്ട് നിങ്ങളൊന്നിത് ചെയ്ത് നോക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും ഈ ഒരു പവർ നാപ്പ്. നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവാനും നിങ്ങളുടെ ബ്രെയിനിന് ഒരു നല്ല പ്രോസസ്സിങ് ടൈം ആയിരിക്കും. അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് നിങ്ങൾ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം, വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുന്നു, ദെൻ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം, വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുന്നു, വീണ്ടും 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം. പിന്നെ നിങ്ങളൊരു 25 മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു ലോങ് ബ്രേക്ക് എടുക്കണം എന്ന് പറയില്ലേ, ആ ലോങ് ബ്രേക്ക് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് പവർ നാപ്പ് കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ കുട്ടികൾ പറയാം ഇതിലേതെങ്കിലും. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്കത് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ നിങ്ങളിതിൽ ഏതെങ്കിലും ടിപ്സ് ചെയ്യാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും എന്താ പറയുക, ഇങ്ങനെ ഉറക്കം വരാതിരിക്കാനുള്ള ടിപ്സ് പറയാനുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇതേപോലത്തെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.